സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. അപ്പോൾ കേരളത്തിലെ UDFന് ചരിത്ര വിജയം സമ്മാനിച്ച പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഭൂതപൂർവമായ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാർക്കും UDFന്റെ മുന്നണി പോരാളികളായ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ജനവിധിയെ ഞങ്ങൾ തികഞ്ഞ വിനയത്തോടെ സ്വീകരിക്കുകയാണ്. ജനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലും ഐക്യജനാധിപത്യ മുന്നണിയിലും അർപ്പിച്ച വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ഞങ്ങളെ അകമഴിഞ്ഞ് കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും സഹായിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെജി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപ ദാസ് മുൻഷി, കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൽ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ജനങ്ങളുടെ ശബ്ദമായി മാറിയ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കക്ഷി നേതാക്കന്മാർ ശ്രീ PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കന്മാര് അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഇടപെടലുകൾക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ട് വിജയം വരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത ചരിത്ര വിജയം UDFനെ നേടിയെടുക്കാൻ UDFന്റെ കെട്ടുറപ്പ് കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സാധിച്ചു. അതിന്റെ ഒരാവർത്തനം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ടാണ് ജനപിന്തുണയോടെ പുതുയുഗ യാത്ര നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാൻ ജനപിന്തുണ, ആ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ശക്തമായ ജനപിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ എല്ലാ സമരങ്ങളെയും സംരംഭങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും എല്ലാം സഹായിച്ച വിജയിപ്പിച്ച നല്ലവരായ നാട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യം എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് പുതുയുഗ യാത്രയുടെ സമാപനത്തിന് തിരുവനന്തപുരത്ത് എത്തി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അംഗീകരിച്ച 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകിയത്. പിന്നീട് മാനിഫെസ്റ്റോ കമ്മിറ്റി ശ്രീ ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പ്രചരണ കമ്മിറ്റി ശ്രീ രമേശ് ചെന്നിത്തലയും ശശി തരൂരും നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രചരണ കമ്മിറ്റി ഷാഫി പറമ്പിലും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ നേരത്തെ KC വേണുഗോപാല് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും ഐക്യജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വിഭജനവും തികഞ്ഞ ഐക്യത്തോടെ നടത്താൻ സാധിച്ചത് വളരെയേറെ അനുകൂലമായൊരു ഘടകമായിരുന്നു. കോൺഗ്രസിന്റെ KPCC ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായത്തിന് ശ്രീ AK ആന്റണിയുടെ പ്രത്യേകമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ
സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കൊപ്പം തന്നെ അത് വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയാണെങ്കിലും വന്യമൃഗശല്യമാണെങ്കിലും അതെല്ലാം ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യാനും പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട അതിനും ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ അഴിമതി, അക്രമം, അഹങ്കാരം ഇതിനെല്ലാം ഏറ്റ ഒരു ജനവിധിയാണിത്. അഴിമതി നമുക്കറിയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ നേതാക്കന്മാര് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടു. അവർ ജയിലിലാക്കപ്പെട്ടു. അവരെ സംഘടനാപരമായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് യാതൊരു അച്ചടക്ക നടപടിയും സ്വീകരിക്കാതെ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞ പ്രതികളെ CPM നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു. അവർക്ക് ബഹുമാനപ്പെട്ട കോടതികൾ, ഹൈക്കോടതി മുതൽ വിചാരണ കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി, അവരെല്ലാവരും കാര്യകാരണ സഹിതം അവർക്ക് ജാമ്യം നിഷേധിച്ചു. അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത് കേസിന്റെ അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കും എന്ന് കോടതികൾ ആവർത്തിച്ചു പറഞ്ഞു. സ്വർണം കട്ടവർക്ക് പോലും, അയ്യപ്പന്റെ സ്വർണത്തിന് പോലും കട്ടെടുത്തവർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നൊരവസ്ഥ വന്നു. ഗവൺമെന്റ് മനഃപൂർവ്വം കുറ്റപത്രം വൈകിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രതികൾക്ക് സാങ്കേതികമായി ജാമ്യം ലഭിക്കാനിടയായത്. എന്നാൽ പയ്യന്നൂരിലും മറ്റ് സംഭവങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം CPM-ന്റെ രക്തസാക്ഷി ഫണ്ട് അതിൽ തിരിമറി നടത്തിയ കാര്യം പുറത്തു പറഞ്ഞവരെയാണ് CPM സത്യത്തിൽ വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ്, പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് പയ്യന്നൂരിൽ സ്വീകരിച്ചത്. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ വ്യഗ്രത കാണിച്ച ഒരു ദിവസം കൊണ്ട് തീരുമാനമെടുത്ത കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശബരിമല മോഷണക്കേസിൽ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞ പ്രതികളെ സംരക്ഷിക്കുന്നതിനാണ് അവർക്ക് മനസ്സ് വന്നത്. ഇത് മാർക്സിസ്റ്റ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ടായി. നേരത്തെ ഇവിടെ പറഞ്ഞു, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ, സമാധാനപരമായ അത്തരം സമരങ്ങളെ അടിച്ചമർത്തുന്നതിലും കള്ളക്കേസിൽ കുടുക്കി യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ ജയിലിലടയ്ക്കുന്നതിനുമാണ് പിണറായി സർക്കാർ തുനിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ആ ഒരു വാക്ക്, പോലീസുകാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ജനങ്ങളിൽ വലിയ രോഷമുണ്ടാക്കിയ കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ഞങ്ങളൊരു പ്രചരണ വിഷയമാക്കി മാറ്റിയ കാര്യം തന്നെയാണ്. അതുപോലെ സമീപകാലത്ത് കണ്ണൂരിൽ തന്നെ ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് KSUവിന്റെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവരെ ജയിലിലടച്ചത് എങ്കിൽ അവസാനം അന്വേഷണ ഏജൻസികളും ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജും തന്നെ ആ കാര്യത്തിലെ യാഥാർത്ഥ്യം പരസ്യമായിട്ട് സമ്മതിക്കേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ട് വിജയത്തിന് കാരണമായി UDF വിലയിരുത്തുന്ന കാര്യങ്ങൾ KPCC പ്രസിഡന്റ് പറയുകയാണ്. എന്തായാലും വലിയ വിജയം തന്നെയാണ് KPCC പ്രസിഡന്റ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് നൽകൽ പ്രതിപക്ഷ നിരയിലിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഈ വിജയം കൊണ്ടത് എന്ന കാര്യമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്.